ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗോപിയാണ്. ചില്ലി ഗോപിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് കോളിഫ്ലവർ ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം അത് ചൂടുവെള്ളത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുക്കുക. പതുക്കെ ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ മസാല തയ്യാറാക്കണതിന് മുട്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും മതി, മസാലപ്പൊടി ഇടണ്ട. പിന്നെ കോൺഫ്ലവർ എല്ലാം ഇട്ട് യോജിപ്പിച്ച് ഈ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇത് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇത് എണ്ണ ചൂടായതിന് ശേഷം നമ്മളിത് പൊരിച്ച് കോരി എടുക്കണം. പിന്നെ നമ്മൾ സവാളയും ക്യാപ്സിക്കം സ്ക്വയർ കട്ടിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളപ്പോൾ കോളിഫ്ലവർ പൊരിച്ച് കോരി വെച്ചു. ഇനി ആ എണ്ണയിലേക്ക് കുറച്ച് എണ്ണ മാത്രം ആക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സവാള, ക്യാപ്സിക്കം അരിഞ്ഞതിടുക. എന്നിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ അപ്പോൾ കുറച്ച് ഉപ്പിടേണ്ട വഴറ്റാൻ പാകത്തിന് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പിടുക. ഇപ്പം നമ്മുടെ സവാള ക്യാപ്സിക്കം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ശരിക്കും വഴറ്റണ്ട, ഒന്ന് ജസ്റ്റ് വഴന്ന് കിട്ടിയാൽ മതി. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിടുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലെ മസാലക്കൂട്ടാണ് പറഞ്ഞത്, അതിടുക. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് സോയാ സോസ് ഉണ്ടെങ്കിൽ സോയാ സോസ് ഇച്ചിരി ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് നന്നായിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇതൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് ഞാൻ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കോൺഫ്ലവർ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചേക്കണെയാണ്. ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ പൊരിച്ച് കോരി വെച്ച കോളിഫ്ലവറും കൂടി ആഡ് ചെയ്ത് ഇളക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ